നമസ്തേ, പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ പ്രോഗ്രാമാണ്. നിങ്ങളുടെ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 1200 കന്നി 1-ാം തീയതി മുതൽ കന്നി 7-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 2024 സെപ്റ്റംബർ മാസം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ ഈ കന്നിമാസത്ത് പ്രധാനമായും വരുന്ന ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള മാറ്റങ്ങൾ, ഒന്ന്, കന്നി 2-ാം തീയതി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരുന്നു എന്ന ഒരു വലിയ മാറ്റമാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, കന്നി 7-ാം തീയതി ഇന്ന് മൗഢ്യത്തോടുകൂടി ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ബുധൻ കന്നിരാശിയിലേക്ക് ഉച്ചസ്ഥനായി വരുന്നു എന്ന പ്രത്യേകതകളും കൂടെയുള്ള വാരമാകുന്നു. സൂര്യൻ കന്നിമാസം 1-ാം തീയതി കന്നിയിലേക്ക് വന്നു കഴിഞ്ഞു. ആയതിനാൽ നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി മേടം, ഇടവം, മിഥുനം രാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യമായി മേടൻ രാശി. മേടം രാശി എന്നാൽ നിങ്ങൾക്കിന്ന് സുപരിചിതമാകുന്നു. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ വരവ് വളരെ അനുകൂലമാണ്. മേടൻ രാശിക്കാർക്ക് 2-ൽ വ്യാഴം, 3-ൽ ചൊവ്വ, 5-ൽ ബുധൻ, 6-ാം ഭാവത്തിൽ സൂര്യൻ, കേതു, 7-ാം ഭാവത്തിൽ ശുക്രൻ, 11-ാം ഭാവത്തിൽ ചന്ദ്രൻ, ശനി, 12-ൽ രാഹു, ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ശുക്രൻ ഇവിടെ കന്നി 2-ാം തീയതി, അതായത് സെപ്റ്റംബർ 18-ാം തീയതി ഉച്ചയ്ക്ക് 1:45 മൂലക്ഷേത്രത്തിലേക്ക് ശക്തനായി വരികയാണ്. 2-ാം ഭാവത്തിലെ വ്യാഴവും പ്രായണ ധനപരമായ വിഷയത്തിലും വാക് സംബന്ധിച്ചുള്ള വിഷയങ്ങളിലെല്ലാം വളരെ അനുകൂലമായ ഒരു സ്ഥിതി മേടൻ രാശിക്കാർക്ക് സംജാതമാകുന്നതാണ്. ലഗ്നാധിപനായ ചൊവ്വ 3-ാം ഭാവത്തിൽ മതിവിക്രമവാൻ, ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിച്ചുകൊണ്ട് 3-ാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നു. അതും പ്രായണ വളരെ അനുകൂലമാകുന്നു. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ പ്രായണ ബലവാനാണ്. പക്ഷേ ആ ബുധന് ഒരു മൗഢ്യമുണ്ട്. ഏകരാശിയിലാണ്, ഒരേ രാശിയിലാണ് സൂര്യനും ബുധനും നിൽക്കുന്നതെങ്കിൽ ആ മൗഢ്യത്തിൻ്റെ ദൗർബല്യം കുറയുന്നതാണ്. ഇവിടെ 2 രാശിയിലായി നിൽക്കുന്നു സൂര്യനും ബുധനും. ആ മൗഢ്യത്തിൻ്റെ ദൗർബല്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ ബുധൻ 23-ാം തീയതിയാണ് കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അന്ന് മുതൽ ഏകരാശിയിലാണെങ്കിലും മൗഢ്യത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല. അതിനാൽ പല കാര്യങ്ങളിലും കുട്ടികളുടെ പഠന വിഷയത്തിലൊക്കെ ഒരു ചെറിയ മൂഢത, അലസത വരുന്ന സമയമാകുന്നു. പ്രത്യേകിച്ച് മൂത്ത സന്താനത്തിനെ പറ്റിയുള്ള മാനസികമായ ചില പ്രയാസങ്ങൾ മേടൻ രാശിക്കാർ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അവിടെ മകൻ്റെ അനുസരണക്കുറവ്, എന്ത് പറഞ്ഞാലും താന്തോന്നിത്തമൊക്കെ വരുന്ന ഒരു വാരമാണിത്. അതിനാൽ 23-ാം തീയതി വരെ മേടൻ രാശിക്കാർ തങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടി 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ കർഗഹോമവും, 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേരിൽ കൃഷ്ണക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യം, തുളസിമാലയും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ മേടൻ രാശിക്കാർക്ക് എന്ത് കാര്യവും മുന്നിട്ടിറങ്ങുവാനുള്ള അനുകൂലമായ സമയം സംജാതമാവുകയാണ്. ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതേ. 6-ൽ സൂര്യൻ നിൽക്കുമ്പോൾ ബലവാനും താൻ ശത്രുക്കളെ ജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശാരീരികമായി ഡിസ്ക്, നടുസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. വെള്ളത്തിൽ തെന്നി വീഴേണ്ടുന്ന സമയവുമാകുന്നു. കാരണം മേടൻ രാശിയുടെ സ്വഭാവം തന്നെ കാൽമുട്ടുകൾക്ക്, തുടകൾക്ക് ദൗർബല്യം വരുന്ന രാശിയാകുന്നു മേടൻ രാശി. വെള്ളത്തിനെ വളരെയധികം ഭയക്കേണ്ടിയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ, ജലത്തിൽ തെന്നി വീണ് പാദങ്ങൾക്ക് ഫ്രാക്ചർ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ശാരീരിക വിഷയത്തിൽ വളരെയധികം മേൽപ്പറഞ്ഞ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. കർമ്മമേഖലയിൽ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നും മേടൻ രാശിക്കാർക്ക്
ഈ വാരം പ്രതീക്ഷിക്കേണ്ട അനുകൂലമാണ്. സാമ്പത്തികമായ ഭദ്രതയ്ക്കും അനുകൂലമായ സമയമാകുന്നു. എല്ലാ മേടൻ രാശിക്കാർക്കും വളരെ ഉത്തമമായ ഒരു വാരത്തെ കാക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവം രാശിക്കാരെ പറ്റിയാണ്. ഇടവൻ രാശി എന്നാൽ ഇന്ന് നിങ്ങൾക്ക് സുപരിചിതമാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്രക്കൂട്ടമാകുന്നു ഇടവൻ രാശി. ഇടവൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ വ്യാഴം, 2-ൽ ചൊവ്വ, 5-ാം ഭാവത്തിൽ സൂര്യൻ, കേതു, 6-ാം ഭാവത്തിൽ ശുക്രൻ, 10-ാം ഭാവത്തിൽ ചന്ദ്രനും ശനിയും, 11-ാം ഭാവത്തിൽ രാഹു. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. മേടൻ രാശിക്കാർക്ക് പ്രായണ ലഗ്നാധിപനായ ശുക്രൻ ബലവാനായി 6-ാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഗ്രഹത്തിന് നീചസ്ഥിതി കഴിഞ്ഞ് 18-ാം തീയതി ഉച്ചയ്ക്ക് 1:45 ഇടവൻ രാശി സ്വന്തം ക്ഷേത്രത്തിലേക്ക് ശുക്രൻ പ്രവേശിക്കുകയാണ്. പക്ഷേ ധാരാളം കർമ്മമേഖലയിൽ ശത്രുക്കൾ ഉണ്ടാകേണ്ടുന്ന വാരമാകുന്നു ഇത്. 6-ൽ നിൽക്കുന്ന ശുക്രൻ ധാരാളം ശത്രുക്കളെ സമ്മാനിക്കുന്നതാണ്. സദാ ദാനവേദ്യ സുധാസിക്ത ശത്രുഹോ, അമൃതിൽ കുളിച്ച് ശത്രു ഉണ്ടാവുമെന്നാണ് 6-ലെ ശുക്രനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ശത്രു സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ മുട്ടറക്കുക, ശത്രുമുട്ടി ചെയ്യുക. അങ്ങനെ ദോഷപരിഹാരം ഇടവൻ രാശിക്കാർ ചെയ്യേണ്ടുന്ന വാരമാകുന്നു ഇത്. ഉദരസംബന്ധമായ രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. 5-ൽ സൂര്യനാണ്. മൃതി ക്രോഡരോഗാദിജ ഭാവനീയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രോഡരോഗാദിജ വയറ് മുതലായ രോഗങ്ങളെ കൊണ്ട് വളരെയധികം അസ്വസ്ഥത അനുഭവിക്കുന്നു. അപ്പൻഡിക്സ് മുതലായ രോഗങ്ങൾ, വയറ് രോഗങ്ങൾ, ഗ്യാസ്ട്രിക്കായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇയർ ബാലൻസിങ്ങുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, കർണ സംബന്ധമായ ചെവി സംബന്ധമായ രോഗങ്ങളെയും വളരെയധികം ഭയപ്പെടേണ്ട വാരമാണിത്. 2-ലെ ചൊവ്വ അനാവശ്യമായ ധനപരമായ വിഷയത്തിൽ ഉത്തരവാദിത്വങ്ങൾ ഒന്നും തന്നെ ഏൽക്കാൻ പാടില്ല. പലപ്പോഴും ധനനഷ്ടം സംഭവിക്കും ഈ വാരത്തിൽ. പ്രത്യേകിച്ച് ഊഹക്കച്ചവടക്കാരൊക്കെ വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടുന്ന വാരമാകുന്നു ഇത്. കർമ്മ വിഷയത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പലതും അവസാന സമയം തനിക്ക് തിരിച്ചടിക്കുന്ന വാരമാകുന്നു. കാരണം കർമാധിപനായ ശനി തന്നെ ബാധാധിപനായി കർമ്മസ്ഥാനത്തേക്ക് നിൽക്കുമ്പോൾ സൽക്കർമ്മം അത് ചെയ്തിട്ട് ദുഷ്കർമ്മം ഫലമായി വരുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ വിപരീത ഫലത്തെ ഉളവാക്കുന്നു. 11-ലെ രാഹു പലപ്പോഴും അന്യമതസ്ഥരെ കൊണ്ട് കർമ്മമേഖലയിൽ കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ അഷ്ടമാധിപനായ മൃത്യുവെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന വ്യാഴമാകുന്നു ലഗ്നത്തിൽ നിൽക്കുന്നത്. അതിനാൽ ശാരീരികമായി ഈ കഫജന്യമായ ബുദ്ധിമുട്ടുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അനാവശ്യമായ മനസ്സംഘർഷങ്ങൾ വരുമ്പോൾ ശരീരം വെള്ളം തിളക്കുന്നത് പോലെ തിളച്ചുകൊണ്ടിരിക്കും. സാമ്പത്തികമായും അത്ര ഗുണപരമായ വ്യാഴമല്ല. വളരെയധികം ശ്രദ്ധിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട്. എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു മിഥുനൻ രാശിക്കാരെ പറ്റിയാണ്. മിഥുനൻ രാശി എന്നാൽ മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്രക്കൂട്ടമാകുന്നു. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ചൊവ്വ, 4-ാം ഭാവത്തിൽ സൂര്യൻ, കേതു, 5-ൽ ശുക്രൻ, 9-ാം ഭാവത്തിൽ ശനി, ചന്ദ്രനോടുകൂടെ 10-ാം ഭാവത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ വ്യാഴം. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. പലപ്പോഴും സന്താന സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടുന്ന വാരമാകുന്നു ഈ ഒരു വാരം. 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനഭാഗ്. നല്ല സന്താന ശ്രേയസ്സും മക്കളെ കൊണ്ട് സൗഭാഗ്യങ്ങളും ഉണ്ടാകും. അതിനെ വളരെ നന്നായി സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ 5-ാം ഭാവത്തിൽ വളരെ ബലവാനായി ശുക്രനുണ്ട്. സ്വന്തം കുടുംബത്തിൽ തന്നെ ബന്ധു ജനങ്ങളിൽ നിന്ന് തന്നെ ധാരാളം ശത്രുക്കൾ ഉണ്ടാകുന്നു. തുരിയേ ദിനേശേ അതിശോഭാധികാരാത് ജനസമ്പ്രജേത് വിഗ്രഹം ബന്ധുദോപി. തൻ്റെ ശോഭ കാരണം ജനങ്ങൾക്കും കുടുംബക്കാർക്കും തന്നോട് കലഹം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചമത്കാര ചിന്താമണിയിൽ. പലപ്പോഴും തൻ്റെ ഈഗോ തൻ്റെ വിജയത്തെ വളരെയധികം ബാധിക്കുന്നതാണ്. ലഗ്നത്തിലെ ചൊവ്വ
ഈഗോയിസ്റ്റ് ആകുന്നു. പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ താൻ സ്വീകരിക്കുന്നത് മൂലം ധാരാളം ശത്രുക്കൾ വരുന്നു. തൻ്റെ ലക്ഷ്മിത്വത്തിന് അപകടവും വരുന്നു. അസമയത്തുള്ള യാത്ര, പ്രത്യേകിച്ച് രാത്രി യാത്ര ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ഈ മഴയുള്ള കാലത്ത് യാത്ര ചെയ്യുന്നവർക്ക് ടൂ വീലറിലൂടെ അപകടം വരുന്ന സമയമാണ്. കാരണം അധോമുഖ രാശിയാകുന്നു ആരൂഢം. അഭിവദേത് വാഹാദിത പൃച്ഛത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാഹനത്തിൽ നിന്ന് വീഴുന്ന ഒരവസരമുണ്ടാകുമെന്നാണ്. അതിനാൽ വാഹനം വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അധോമുഖ രാശിയാണ്. നാം എത്ര അധ്വാനിച്ചാലും മറ്റുള്ളവർ തൻ്റെ അധ്വാനത്തെ വേണ്ടത്ര പരിഗണിക്കില്ല, അതിനവർ പ്രാധാന്യം നൽകുകയില്ല. അങ്ങനെ പലപ്പോഴും ധനനഷ്ടം വരുന്ന വാരമാകുന്നു. ധനവിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കണം മിഥുനം രാശിക്കാർ. ദാമ്പത്യത്തിലും വലിയ സുഖകരമായ അനുഭവങ്ങളായിരിക്കില്ല. കാരണം മിഥുനം രാശിക്കാർക്ക് 12-ൽ വ്യാഴം നിൽക്കുന്നു. അതിനാൽ ദാമ്പത്യ വിഷയമായാലും കർമ്മ വിഷയമായാലും ധാരാളം പ്രതിസന്ധികൾ ഉടലെടുക്കുന്ന വാരമാകുന്നു മിഥുനം രാശിക്കാർക്ക്. പരിഹാരമായി വിഷു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. വ്യാഴാഴ്ച വ്രതമൊക്കെ എടുത്താൽ അത് വളരെ ഗുണമായിരിക്കും. പ്രത്യേകിച്ച് ഈ വാരം വരുന്ന വിഷ്ണു പ്രീതികരങ്ങളായ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങുക. വളരെ അനുകൂലമായി ഗുരുവായൂരപ്പൻ്റെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വരുന്ന വാരമായി നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ മാറ്റിമറിക്കാൻ ശ്രമിക്കുക. 4-ലെ ആദിത്യനും ശത്രുദോഷ പരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ മുട്ടറക്കുന്നത് വളരെ അനുകൂലമാണ്. എല്ലാ പ്രിയപ്പെട്ട മേടം മിഥുനം രാശിക്കാർക്കും ഒരു ശോഭനമായ ഒരു വാരത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.